ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റാങ്ക് ഫാൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഒരു റിവിഷൻ ക്ലാസ്സാണ്. നമ്മൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ 2-3 ക്ലാസ്സുകളിലൂടെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു റിവിഷൻ ക്ലാസ്സാണ് നടത്തുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് കണ്ടു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ഈ റിവിഷൻ ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ PDF നോട്ട് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം മത്സര പരീക്ഷകളെല്ലാം തന്നെ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള കമൻസ് രേഖപ്പെടുത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ജനിച്ചത് എന്നാണ്? മഹാത്മാഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2-നാണ്. മഹാത്മാഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2-നാണ്. എവിടെയാണ് ജനിച്ചത്? ഗുജറാത്തിലെ പോർബന്തറിൽ. മഹാത്മാഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ. ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്താണ്? ഗാന്ധിജിയുടെ പൂർണ്ണനാമം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നതാണ് ഗാന്ധിജിയുടെ പൂർണ്ണനാമം. ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരെന്താണ്? ഗാന്ധിജിയുടെ പിതാവാണ് കരംചന്ദ് ഗാന്ധിയാണ് ഗാന്ധിജിയുടെ പിതാവ്. ഗാന്ധിജിയുടെ മാതാവ് ആരാണ്? പുത്ലിബായിയാണ് ഗാന്ധിജിയുടെ മാതാവ്. ഗാന്ധിജിയുടെ പത്നിയുടെ പേരെന്താണ്? അതായത് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്താണ്? കസ്തൂർബ ഗാന്ധി എന്നാണ് ഗാന്ധിജിയുടെ പത്നിയുടെ പേര്. ഗാന്ധിജിയുടെ പത്നി ആരാണ്? കസ്തൂർബ ഗാന്ധി. സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത്. ഗാന്ധിജി. ഗാന്ധി മൈതാൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാട്നയിലാണ് ഗാന്ധി മൈതാൻ സ്ഥിതി ചെയ്യുന്നത്. പാട്നയിൽ. ഗാന്ധിജി ആദ്യ ജയിൽവാസം അനുഭവിച്ച സ്ഥലം ഏതാണ്? സ്ഥലമാണ് ജോഹന്നാസ്ബർഗിലാണ് ഗാന്ധിജി ആദ്യ ജയിൽവാസം അനുഭവിച്ച സ്ഥലം ജോഹന്നാസ്ബർഗ്. ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവ് ആരാണ്? ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവാണ് കെ കേളപ്പനാണ് ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവ്. ടാഗോറിനെ ഗാന്ധിജി അഭിസംബോധന ചെയ്തിരുന്നത് എന്ത് പേരിലാണ്? ഗുരുദേവ് എന്നാണ്. അപ്പം ഗുരുദേവ് എന്ന് ടാഗോറിനെ ആരാണ് അഭിസംബോധന ചെയ്തത്? ഗാന്ധിജി. ടാഗോറിനെ ഗാന്ധിജി അഭിസംബോധന ചെയ്തിരുന്നത് ഗുരുദേവ് എന്നാണ്. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജി ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത്. ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് നടന്നത് എന്നാണ്? ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് എന്ന് മുതൽ എന്ന് വരെയായിരുന്നു? 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെ. 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെയായിരുന്നു ദണ്ഡി മാർച്ച്. ആരുടെ നേതൃത്വത്തിൽ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി മാർച്ച് നടന്നത് 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെ. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1907. 1907 ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം നടന്ന വർഷം.
ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന വർഷം 1907. ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും അവരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ടോൾസ്റ്റോയി. ടോൾസ്റ്റോയിയാണ് ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ. ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ 2 നാടകങ്ങൾ ഏതൊക്കെയാണ്? ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ 2 നാടകങ്ങളാണ് ഹരിശ്ചന്ദ്ര, ശ്രാവണകുമാരൻ. ഹരിശ്ചന്ദ്ര, ശ്രാവണകുമാരൻ എന്നീ നാടകങ്ങളാണ് ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയത്. ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയാണ്. ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയെ. ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിൻ്റെ വർണ്ണവിവേചനത്തിനെതിരെ പ്രതികരിക്കാൻ ഗാന്ധിജി രൂപീകരിച്ച സംഘടന ഏതാണ്? ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിൻ്റെ വർണ്ണവിവേചനത്തിനെതിരെ പ്രതികരിക്കാൻ ഗാന്ധിജി രൂപീകരിച്ച സംഘടനയാണ് നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ്. നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ആണ് ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിൻ്റെ വർണ്ണവിവേചനത്തിനെതിരെ പ്രതികരിക്കാൻ ഗാന്ധിജി രൂപീകരിച്ച സംഘടന. ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം 1906 ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം 1906 ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിൻ്റെ നിർബന്ധിത രജിസ്ട്രേഷൻ നിയമത്തിൽ പ്രതിഷേധിച്ച്. 1906 ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിൻ്റെ നിർബന്ധിത രജിസ്ട്രേഷൻ നിയമത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തൻ്റെ ആദ്യ സത്യാഗ്രഹ സമരം നടത്തി. 1903 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? 1903 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ. 1903 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ. 1-ാം ലോക മഹായുദ്ധകാലത്ത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെയ്ത സേവനങ്ങളെ അംഗീകരിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ പുരസ്കാരം കൈസർ-ഇ-ഹിന്ദ്. കൈസർ-ഇ-ഹിന്ദ് എന്ന പുരസ്കാരമാണ് 1-ാം ലോക മഹായുദ്ധകാലത്ത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെയ്ത സേവനങ്ങളെ അംഗീകരിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ പുരസ്കാരം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. പ്രവാസി ദിനം എന്നാണ്? പ്രവാസി ഭാരതീയ ദിനം ജനുവരി 9. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി മുഴക്കിയത് ഏത് സമരകാലത്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി മുഴക്കിയത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം മുഴക്കിയത്. ഉപ്പുനിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് എന്താണ്? ഉപ്പുനിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേരാണ് ദണ്ഡി യാത്ര. ദണ്ഡി യാത്രയാണ് ഉപ്പുനിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്ര. മഹാത്മാഗാന്ധിയും 78 അനുയായികളും ചേർന്ന് ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്നാണ്? മഹാത്മാഗാന്ധിയും 78 അനുയായികളും ചേർന്ന് ദണ്ഡി യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12. 1930 മാർച്ച് 12 മഹാത്മാഗാന്ധിയും 78 അനുയായികളും ചേർന്ന് ദണ്ഡി യാത്ര ആരംഭിച്ചത്. ഹരിജന സേവനം ലക്ഷ്യമാക്കി 1932 ഗാന്ധിജി സ്ഥാപിച്ച സംഘടന ഏതാണ്? ഹരിജന സേവനം ലക്ഷ്യമാക്കി 1932 ഗാന്ധിജി സ്ഥാപിച്ച സംഘടനയാണ് ഹരിജൻ സേവക സംഘം. ഹരിജൻ സേവക സംഘമാണ് ഹരിജന സേവന ലക്ഷ്യമാക്കി 1932 ഗാന്ധിജി സ്ഥാപിച്ച സംഘടന. ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഗാന്ധിജി ആഘോഷ ചടങ്ങുകളിൽ നിന്നും മാറി ദൂരെ ബംഗാളിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. ഏതായിരുന്നു ആ ഗ്രാമം? നൗഖാലി. നൗഖാലി എന്ന ബംഗാളിലെ ഒരു ഗ്രാമത്തിലായിരുന്നു ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഗാന്ധിജി ആഘോഷ ചടങ്ങുകളിൽ നിന്നും മാറി നിന്നത്.
ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് 1901 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഗാന്ധിജി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനമാണ് 1924 ബെൽഗാം സമ്മേളനം. 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. ഗാന്ധിജി എന്തിനെയാണ് എൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ചത്? ഗാന്ധിജി ഭഗവത്ഗീതയാണ് എൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ചത്. ഗാന്ധിജി ഭഗവത്ഗീതയെ എൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ചു. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി നൽകിയ പേരെന്താണ്? ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി നൽകിയ പേരാണ് അനാസക്തി യോഗം. അനാസക്തി യോഗം എന്ന പേരാണ് ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി നൽകിയത്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാണ് ദാദാഭായ് നവറോജി. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ദാദാഭായ് നവറോജി. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആര്? ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമിയാണ് വിനോബ ഭാവെ. വിനോബ ഭാവെയാണ് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി. ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ ആരാണ്? ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ് സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിയാണ് ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി. മീരാബെൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധി ശിഷ്യ ആരാണ്? മീരാബെൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധി ശിഷ്യയാണ് മഡലിൻ സ്ലെയ്ഡ്. മഡലിൻ സ്ലെയ്ഡ് ആയിരുന്നു മീരാബെൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധി ശിഷ്യ. ഇന്ത്യൻ ലേഡി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ലേഡി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മീരാബെൻ. മീരാബെൻ ആണ് ഇന്ത്യൻ ലേഡി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. പൊളിയുന്ന ബാങ്കിൽ നിന്ന് മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? പൊളിയുന്ന ബാങ്കിൽ നിന്ന് മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. ക്രിപ്സ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? പൊളിയുന്ന ബാങ്കിൽ നിന്ന് മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക്. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തുവിനെയാണ് സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് ആരാണ്? അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിലാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചത്. രക്തമാംസങ്ങളോടെ ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമിയിലൂടെ കടന്നുപോയെന്ന് വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് രക്തമാംസങ്ങളോടെ ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമിയിലൂടെ കടന്നുപോയെന്ന് വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ്. ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ് എന്ന് ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ അഭിപ്രായപ്പെട്ടത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ്. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ്? ഗാന്ധിജി ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഗാന്ധിജി ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത്. ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെ. അയ്യങ്കാളിയെ ഗാന്ധിജി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? പുലയ രാജാവ്. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഗാന്ധിജി എത്ര തവണ കേരളം വിസിറ്റ് ചെയ്തിട്ടുണ്ട്? 5 തവണ. ഏതൊക്കെ? 1920 ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രചാരണാർത്ഥം,
1925 വൈക്കം സത്യാഗ്രഹം. 1927 തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി. 1934 ഹരിജന ഫണ്ട് ശേഖരണം. 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഒന്നാമത്തെ വിസിറ്റ് 1920 ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രചാരണാർത്ഥം. രണ്ടാമത്തെ വിസിറ്റ് 1925 വൈക്കം സത്യാഗ്രഹം. മൂന്നാമത്തെ വിസിറ്റ് 1927 തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി. നാലാമത്തെ വിസിറ്റ് 1934 ഹരിജന ഫണ്ട് ശേഖരണം. അഞ്ചാമത്തെ വിസിറ്റ് 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്നായിരുന്നു? ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം 1920 ഓഗസ്റ്റ് 18. എന്ത് പ്രമാണിച്ചാണ് കേരളത്തിൽ വന്നത്? ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണാർത്ഥം കോഴിക്കോട്. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം 1920 ഓഗസ്റ്റ് 18 ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണാർത്ഥം കോഴിക്കോട്. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി ആരാണ്? ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളിയാണ് കെ രാമകൃഷ്ണപിള്ള. കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രാധിപരായിരുന്നു. സ്വദേശാഭിമാനി പത്രാധിപരായിരുന്ന കെ രാമകൃഷ്ണപിള്ളയാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി. ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത ഏതാണ്? ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് വള്ളത്തോളാണ്. ഗാന്ധിജിയെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. തൻ്റെ ദർശനങ്ങളെപ്പറ്റി ഗാന്ധിജി പുസ്തക രൂപത്തിൽ എഴുതിയ ഏക ഗ്രന്ഥം ഏതാണ്? തൻ്റെ ദർശനങ്ങളെപ്പറ്റി ഗാന്ധിജി പുസ്തക രൂപത്തിൽ എഴുതിയ ഏക ഗ്രന്ഥമാണ് ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജ് എന്ന ഗ്രന്ഥമാണ് തൻ്റെ ദർശനങ്ങളെപ്പറ്റി ഗാന്ധിജി പുസ്തക രൂപത്തിൽ എഴുതിയ ഏക ഗ്രന്ഥം. ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. ഏത് ഭാഷയിലാണ് മഹാത്മാഗാന്ധി ആത്മകഥ എഴുതിയത്? ഗുജറാത്തി ഭാഷയിലാണ് മഹാത്മാഗാന്ധി ആത്മകഥ എഴുതിയത്. ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, മഹാത്മാഗാന്ധി ഏത് ഭാഷയിലാണ് എഴുതിയത്? ഗുജറാത്തി ഭാഷയിൽ. ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയ വർഷമേത്? ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയ വർഷമാണ് 1922. 1922 ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മഹാദേവ ദേശായി. മഹാദേവ ദേശായിയാണ് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്തിനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ആ ദീപനാളം പൊലിഞ്ഞു. അനുശോചന സന്ദേശത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ വികാരാതീതനായ ദേശീയ നേതാവ് ആരാണ്? നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ആ ദീപനാളം പൊലിഞ്ഞു എന്ന് അനുശോചന സന്ദേശത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് 1948 ജനുവരി 30. എല്ലാ വർഷവും നമ്മൾ രക്തസാക്ഷി ദിനം ആചരിക്കുന്നത് ജനുവരി 30. ഗാന്ധിജി കൊല്ലപ്പെട്ടത് 1948 ജനുവരി 30. അന്ന് മുതൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. ഗാന്ധിജിയുടെ ഘാതകൻ ആരാണ്? ഗാന്ധിജിയുടെ ഘാതകനാണ് നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയുടെ ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്. രാജ്ഘട്ട് ആണ് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം. ഗാന്ധിജിയുടെ മരണത്തിൽ ഐക്യരാഷ്ട്രസഭ അനുശോചിച്ചത് എങ്ങനെയാണ്? ഗാന്ധിജിയുടെ മരണത്തിൽ ഐക്യരാഷ്ട്രസഭ അനുശോചിച്ചത് അതിൻ്റെ പതാക പകുതി താഴ്ത്തിക്കെട്ടിയാണ് ഐക്യരാഷ്ട്രസഭ പോലും ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ചത്. ഗാന്ധിജിയെക്കുറിച്ചുള്ള ദ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഗാന്ധിജിയെക്കുറിച്ചുള്ള ദ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമ സംവിധാനം ചെയ്തത് ശ്യാം ബെനഗൽ. ശ്യാം ബെനഗൽ എന്ന സംവിധായകനാണ് ഗാന്ധിജിയെക്കുറിച്ചുള്ള ദ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമ സംവിധാനം ചെയ്തത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കെ കേളപ്പൻ കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നു. അന്താരാഷ്ട്ര തലത്തിൽ അഹിംസാ ദിനം എന്നാണ്? അന്താരാഷ്ട്ര തലത്തിൽ അഹിംസാ ദിനം ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര തലത്തിൽ അഹിംസാ ദിനമായി ആചരിക്കുന്നു.
നിയമപഠനത്തിനായി ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് തിരിച്ച വർഷം ഏതാണ്? നിയമപഠനത്തിനായി ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് തിരിച്ച വർഷം 1888. 1888 നിയമപഠനത്തിനായി ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു. ഏത് കമ്പനിയുടെ കേസ് വാദിക്കാനാണ് 1893 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചത്? ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ കേസ് വാദിക്കാനാണ് 1893 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരിക്കുമ്പോൾ 1-ാം ക്ലാസ്സിലേക്കുള്ള ടിക്കറ്റ് വാങ്ങി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വെള്ളക്കാരൻ റെയിൽവേ പോലീസിൻ്റെ സഹായത്തോടെ ട്രെയിനിൽ നിന്ന് ഗാന്ധിജി ഇറക്കി വിടുകയുണ്ടായി. ഏതാണ് റെയിൽവേ സ്റ്റേഷൻ? മാരിറ്റ്സ്ബർഗ്. മാരിറ്റ്സ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഗാന്ധിജിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത്. ഇപ്പോൾ പീറ്റർ മാരിറ്റ്സ്ബർഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരിക്കുമ്പോൾ 1-ാം ക്ലാസ്സിലേക്കുള്ള ടിക്കറ്റ് വാങ്ങി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വെള്ളക്കാരൻ റെയിൽവേ പോലീസിൻ്റെ സഹായത്തോടെ ട്രെയിനിൽ നിന്ന് ഗാന്ധിജി ഇറക്കി വിടുകയുണ്ടായി. ആ റെയിൽവേ സ്റ്റേഷനാണ് മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ അത് പീറ്റർ മാരിറ്റ്സ്ബർഗ് എന്നാണ് അറിയപ്പെടുന്നത്. ആരുടെ നിര്യാണത്തെ തുടർന്നാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അതിക്ഷേത്യ നേതാവായി ഉയർന്നത്? ആരുടെ നിര്യാണത്തെ തുടർന്നാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനിഷേധ്യ നേതാവായി ഉയർന്നത്? ബാലഗംഗാധര തിലകൻ. 1920 ബാലഗംഗാധര തിലകൻ അന്തരിച്ച വർഷം. ആ വർഷത്തോടെയാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനിഷേധ്യ നേതാവായി ഉയർന്നു വന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആയിരിക്കുമ്പോൾ 1899 മുതൽ 1902 വരെ ഒരു യുദ്ധം നടന്നു. യുദ്ധത്തിൽ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാൻ ബ്രിട്ടീഷുകാരോടൊപ്പം ഗാന്ധിജി സന്നദ്ധനാവുകയും തുടർന്ന് ആംബുലൻസ് സംഘം രൂപവൽക്കരിക്കുകയും ആംബുലൻസ് സംഘത്തെ ഗാന്ധിജി നയിക്കുകയും ചെയ്തു. ഏതാണ് ആ യുദ്ധം? ബോവർ യുദ്ധമാണ് ആ യുദ്ധം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആയിരിക്കുമ്പോൾ 1899 മുതൽ 1902 വരെ ബോവർ യുദ്ധം നടക്കുകയുണ്ടായി. യുദ്ധത്തിൽ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാൻ ബ്രിട്ടീഷുകാരോടൊപ്പം ഗാന്ധിജി സന്നദ്ധനാവുകയും തുടർന്ന് ആംബുലൻസ് സംഘം രൂപവൽക്കരിക്കുകയും ആംബുലൻസ് സംഘത്തെ ഗാന്ധിജി നയിക്കുകയും ചെയ്തു. ഗാന്ധിജിയെ വളരെയേറെ സ്വാധീനിച്ച ജോൺ റസ്കിൻ്റെ പുസ്തകം ഏതാണ്? ഗാന്ധിജിയെ വളരെയധികം സ്വാധീനിച്ച ജോൺ റസ്കിൻ്റെ പുസ്തകമാണ് അൺടു ദീസ് ലാസ്റ്റ്. അൺടു ദീസ് ലാസ്റ്റ് എന്ന ജോൺ റസ്കിൻ്റെ പുസ്തകം ഗാന്ധിജി വളരെയേറെ സ്വാധീനിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ രൂപം നൽകിയ സംഘടന ഏതാണ്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ രൂപം നൽകിയ സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടനയാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ രൂപം നൽകിയ സംഘടന. ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ നഗരത്തിന് സമീപം ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ നഗരത്തിന് സമീപം ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് ഫീനിക്സ് സെറ്റിൽമെൻറ്റ്. ഫീനിക്സ് സെറ്റിൽമെൻ്റ് ആണ് ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ നഗരത്തിന് സമീപം ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം. മഹാത്മാഗാന്ധി എത്ര തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി? മഹാത്മാഗാന്ധി എത്ര തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി? ഒരു തവണ മാത്രമാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത്. വർഷം 1924. ഒരൊറ്റ തവണ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് ഗാന്ധിജി മാറുന്നത്. വർഷം 1924. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് എന്തിന് സമീപമാണ്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് ജോഹന്നാസ്ബർഗിന് സമീപത്താണ്. ജോഹന്നാസ്ബർഗിന് സമീപം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചു. ആകെ എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് 21 വർഷമാണ്. ആകെ 21 വർഷം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. ഗാന്ധിജി മുറുകെ പിടിച്ചിരുന്ന 2 പ്രധാന ആദർശങ്ങൾ എന്തൊക്കെയാണ്? ഗാന്ധിജി മുറുകെ പിടിച്ചിരുന്ന 2 പ്രധാന ആദർശങ്ങളാണ് സത്യം, അഹിംസ. സത്യം, അഹിംസ എന്നീ പ്രധാന ആദർശങ്ങളാണ് ഗാന്ധിജി മുറുകെ പിടിച്ചിരുന്നത്. ഗാന്ധിജിയുടെ 2 പ്രധാന സമര മാർഗങ്ങളാണ് സത്യാഗ്രഹം, നിസ്സഹകരണം. സത്യാഗ്രഹം, നിസ്സഹകരണം എന്നീ പ്രധാന സമര മാർഗങ്ങളായിരുന്നു ഗാന്ധിജിയുടേത്. ഏത് അനിഷ്ട സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി 1922 നിസ്സഹകരണ പ്രക്ഷോഭ സമരം നിർത്തിവെച്ചത്?
ചൗരി ചൗര സംഭവം. അപ്പം ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി 1922 നിസ്സഹകരണ പ്രക്ഷോഭ സമരം നിർത്തിവച്ചു. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദണ്ഡി മാർച്ചും ഉപ്പ് സത്യാഗ്രഹവും നടന്ന വർഷമേത്? മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദണ്ഡി മാർച്ചും ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930. ദണ്ഡി യാത്ര നടന്നത് 1930. എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്? രണ്ടാം വട്ടമേശ സമ്മേളനം 1931. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. ലണ്ടനിൽ വട്ടമേശ സമ്മേളനത്തിലെത്തിയ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. ലണ്ടനിൽ വട്ടമേശ സമ്മേളനത്തിലെത്തിയ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ചത്. മഹാത്മാഗാന്ധി സബർമതി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? മഹാത്മാഗാന്ധി സബർമതി ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദിലാണ് മഹാത്മാഗാന്ധി സബർമതി ആശ്രമം സ്ഥാപിച്ചത്. കസ്തൂർബ ഗാന്ധി അന്തരിച്ച വർഷമേത്? 1944 കസ്തൂർബ ഗാന്ധി അന്തരിച്ചു. ആഗാഖാൻ പാലസിൽ വെച്ചായിരുന്നു കസ്തൂർബ ഗാന്ധിയുടെ അന്ത്യം 1944. മഹാത്മാഗാന്ധിയുടെ അവസാന വാക്ക് എന്താണ്? മഹാത്മാഗാന്ധി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഹേറാം. ഹേറാം എന്നായിരുന്നു മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ വാക്ക്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന കാലഘട്ടം ഏതാണ്? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന കാലഘട്ടം 1869 മുതൽ 1921 വരെ. 1869 മുതൽ 1921 വരെയാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന കാലഘട്ടം. ഗാന്ധിജി ആരംഭിച്ച ഹരിജൻ ദിനപത്രവും വാരികയായ യങ് ഇന്ത്യയും ഏത് ഭാഷയിലാണ്? ഗാന്ധിജി ആരംഭിച്ച ഹരിജൻ ദിനപത്രവും വാരികയായ യങ് ഇന്ത്യയും ഇംഗ്ലീഷ് ഭാഷയിലാണ് ഹരിജൻ ദിനപത്രവും വാരികയായ യങ് ഇന്ത്യയും. ആ വിളക്ക് അണഞ്ഞിരിക്കുന്നു, ഈ രാഷ്ട്രത്തിൽ തെളിഞ്ഞു നിന്നിരുന്ന ആ വെളിച്ചം ഒരു സാധാരണ വെളിച്ചമായിരുന്നില്ല. എന്തെന്നാൽ ആ വെളിച്ചം ജീവിക്കുന്ന സത്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഗാന്ധിജി അന്തരിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ് ഇപ്രകാരം ഗാന്ധിജി മരിച്ചപ്പോൾ പറഞ്ഞത്. ആ വിളക്ക് അണഞ്ഞിരിക്കുന്നു, ഈ രാഷ്ട്രത്തിൽ തെളിഞ്ഞു നിന്നിരുന്ന ആ വെളിച്ചം ഒരു സാധാരണ വെളിച്ചമായിരുന്നില്ല. എന്തെന്നാൽ ആ വെളിച്ചം ജീവിക്കുന്ന സത്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭക്തിഗാനമായ രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭക്തിഗാനമായ രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് വിഷ്ണു നികംബർ പലൂസ്കർ ആണ് ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭക്തിഗാനത്തിന് സംഗീതം നൽകിയത്. ഗാന്ധിജിയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് 1969 വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച സാമൂഹിക സംഘടന ഏതാണ്? ഗാന്ധിജിയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് 1969 വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച സാമൂഹിക സംഘടനയാണ് നാഷണൽ സർവീസ് സ്കീം. മഹാത്മാഗാന്ധിക്ക് എത്ര മക്കളാണ്? മഹാത്മാഗാന്ധിക്ക് 4 ആൺമക്കളാണ്. ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. മഹാത്മാഗാന്ധിക്ക് 4 ആൺമക്കളാണ് ഉള്ളത്. ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ ഇന്ത്യയിൽ പുറത്തിറക്കിയ വർഷം ഏതാണ്? ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ ഇന്ത്യയിൽ പുറത്തിറക്കിയ വർഷമാണ് 1996. 1996 ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ ഇന്ത്യയിൽ പുറത്തിറക്കി. റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി ചിത്രത്തിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടൻ ആരാണ്? റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി ചിത്രത്തിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടനാണ് ബെൻ കിങ്സ്ലി ആണ് ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയായി വേഷമിട്ട നടൻ. സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥമാണ് ഭഗവത്ഗീത. സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഭഗവത്ഗീത. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് സത്യശോധിനി എന്ന മറാത്തി പേരിലാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് കൂടി ഗാന്ധിജി നൽകിയത്?
ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് കൂടി ഗാന്ധിജി നൽകിയത്? ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് കൂടി ഗാന്ധിജി നൽകിയത്. ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് വാർധയിലാണ്. വാർധയിലാണ് ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ്? ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം നവജീവൻ ട്രസ്റ്റിനാണ്. നവജീവൻ ട്രസ്റ്റിനാണ് ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം. റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി സിനിമയുടെ തിരക്കഥാകൃത്താണ് ജോൺ ബ്രെയ്ലി. ജോൺ ബ്രെയ്ലിയുടെ തിരക്കഥയിലാണ് ഗാന്ധി സിനിമ റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്തത്. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത് ആരെയാണ്? ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെയാണ്. സുഭാഷ് ചന്ദ്രബോസിനെയാണ് ഗാന്ധിജി ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഡിസ്കസ് ചെയ്തു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. റിവിഷൻ ക്ലാസ്സും എല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ധാരാളം ഡീറ്റെയിൽസ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടെത്താവുന്നതാണ്. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടെത്തി അതുകൂടെ ആഡ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ. വളരെ ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ ഗാന്ധിജിയെക്കുറിച്ച് പഠിക്കേണ്ടതാണ്. എക്സാമുകൾക്ക് മസ്റ്റായിട്ട് ചോദിക്കുന്ന പോർഷനാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആകാം, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആകാം. എങ്ങനെയായാലും ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ചോദിക്കാറുണ്ട്, സ്കീമുകൾ ചോദിക്കാറുണ്ട്, ഗാന്ധിജിയുമായി റിലേറ്റ് ചെയ്ത വർഷങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾ ഓർമ്മയിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എല്ലാ എക്സാമുകൾക്കും പഠിക്കേണ്ടതാണ് ഗാന്ധിജി എന്ന പോർഷൻ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് PDF നോട്ട് അവൈലബിൾ ആണ് ടെലഗ്രാം ചാനലിൽ. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കയറി നിങ്ങൾ ആ PDF നോട്ട് പ്രിൻ്റ് എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻറ്റ്സ് കൂടെ അതിൽ ആഡ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള വിമർശനങ്ങളും നിർദ്ദേശങ്ങളും കമൻസായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കണേ. ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് കാത്തിരിക്കാം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.